സാർ നമസ്കാരം. ഞാനൊരു കുട്ടിയുടെ ഡീറ്റെയിൽസ് കണ്ടിട്ട് വിളിക്കുകയാണ്. ഒരു നായർ യുവതി 30 വയസ്സ്. അവരുടെ വിവാഹം കഴിഞ്ഞോ? അച്ഛനാണ് സംസാരിക്കുന്നത്, പറഞ്ഞോളൂ. ഓക്കെ സാർ. കല്യാണം കഴിഞ്ഞിട്ടില്ല, നോക്കിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഓക്കെ സാർ. ഇപ്പോൾ എൻ്റെ മാട്രിമോണി ഫ്രീ മാരി മാട്രിമോണി എന്നാണ് പേര്. അപ്പോൾ നമുക്ക് ഈ ഡീറ്റെയിൽസ് കിട്ടിയപ്പോൾ അത് കറക്റ്റ് ആണോ, വിവാഹം കഴിഞ്ഞതാണ് എന്ന് ചോദിച്ചിട്ട് നിങ്ങളുടെ സമ്മതത്തോട് കൂടിയിട്ട് മാത്രമേ നമ്മൾ ചെയ്യുള്ളൂ. അപ്പോൾ നമുക്ക് ഇതിൽ ഡിമാൻഡും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല. 30 വയസ്സാണ് പ്രായം, ബിടെക് വിദ്യാഭ്യാസം, സ്ഥലം പാലക്കാട്, ഇത്രയും നമുക്ക് കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ ഇതിൽ ഡിമാൻഡും കാര്യങ്ങളും ഒന്നും നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ അതൊക്കെ കൃത്യമായിട്ട് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വിളിച്ചത്. അപ്പം നമുക്ക് എത്ര വയസ്സ് വരെയുള്ള വരനാവാം? 35 വരെ. ഇപ്പം നമുക്ക് വിദ്യാഭ്യാസം എന്താണ് പ്രതീക്ഷിക്കുന്നത്? ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇടയിൽ കയറി സംസാരിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഫസ്റ്റ് ഞാൻ സംസാരിച്ചാലും നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പോവും, ലാസ്റ്റ് സംസാരിച്ചാലും സ്കിപ്പ് ചെയ്ത് പോവും. അതുകൊണ്ടാണ് ഇടയിൽ സംസാരിച്ചത്. ഓക്കെ. അപ്പോൾ എന്തായാലും നമ്മുടെ ചാനലിന് നല്ല സപ്പോർട്ടൊക്കെ എല്ലാവരും തരുന്നുണ്ട്, അതിനൊരുപാട് നന്ദിയുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ വാട്സപ്പ് നമ്പർ നിങ്ങൾ ഒരിക്കലും ഷെയർ ചെയ്യരുത്. കാരണം അവർക്കറിയില്ല. വാട്സപ്പ് നമ്പർ പുതിയതായിട്ട് ഉപയോഗിക്കുന്നവർക്ക് അവർക്കറിയാതെ ഇതൊരു മാട്രിമോണി ആണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾക്കൊരു വധുവിനെ വേണം, അല്ലെങ്കിൽ ഒരു ഹായ്, അല്ലെങ്കിൽ അവരുടെ ബയോഡാറ്റയും ജാതകവും വേറെ മറ്റുള്ള കാര്യങ്ങളൊന്നും പറയില്ല. എന്നിട്ട് അവർ വെയിറ്റ് ചെയ്യാണ് നമ്മളെന്തെങ്കിലും അവർക്ക് ഡീറ്റെയിൽസ് പെൺകുട്ടികളുടെ കൊടുക്കും എന്ന് വിചാരിച്ചിട്ട്. സത്യത്തിൽ അവർക്ക് അറിയാത്തത് കൊണ്ടാണ് അവരതങ്ങനെ ചെയ്യണമെന്നുള്ളത് എനിക്കറിയാം. പക്ഷേ എനിക്ക് അതിന് മറുപടി കൊടുക്കാനോ അത് നോക്കിയിരിക്കാനോ എനിക്ക് പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് വ്യക്തമായിട്ട് പറയുന്നത്, നമ്മുടെ ചാനലിൽ ഉള്ളത് അവർക്ക് ഷെയർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, യൂട്യൂബിൽ നിന്ന് ഷെയർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഓക്കെ, അങ്ങനെ ഷെയർ ചെയ്യുമ്പോൾ അവർക്ക് ആ ഡിസ്ക്രിപ്ഷനിൽ എന്താ വെച്ചിരിക്കുന്നതെന്നുള്ളത് വായിക്കാൻ പറ്റും. അങ്ങനെ അവർ ആ വാട്സപ്പ് നമ്പറിൽ കൂടെ നമ്മളായിട്ട് ജോയിൻ ചെയ്തോളും. അതുപോലെ തന്നെ ഈ വാട്സപ്പിൽ വന്നവർ വെറുതെ ഹായും അല്ലെങ്കിൽ ഒരു ബയോഡാറ്റ അയച്ചാൽ ഞാനൊന്നും പറയില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കൊന്നും അവരോട് പറയാനില്ല. എത്രത്തോളം മെസ്സേജ് നിങ്ങൾ അത്രത്തോളം അയച്ചിട്ടാലും ഒരു കാര്യമില്ല. ശരിക്കും നിങ്ങൾക്ക് എന്താണ് അതിൽ കൊടുത്തിരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ നിങ്ങൾ ഇങ്ങോട്ട് അയക്കണം. ഒരു ബയോഡാറ്റ, ഒരു ഫോട്ടോ, എന്തെങ്കിലും ഒരു പ്രൂഫ്, നിങ്ങളുടെ ഡീറ്റെയിൽസ്, ഇത്രയും മാത്രം നിങ്ങൾ അയച്ചതിന് ശേഷം മാത്രം നിങ്ങൾ വീഡിയോ കണ്ടിട്ട് അതിൽ നിങ്ങൾക്ക് ഇഷ്ടമായത് ചോദിക്കാൻ കുറേ പ്രാവശ്യമായി ഞാൻ പറയണം. പക്ഷെ അതൊന്നും ആരും മൈൻഡ് ചെയ്യില്ല. ഇതിലിപ്പോൾ എന്താ പറയണ്ടേ, വലിച്ചു നീട്ടാനൊന്നുമില്ല. ത്രൂ ഔട്ട് ഒരു വോയിസ് കേൾക്കുന്നു, അതിൽ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ വരുന്നു, അങ്ങനെയായിപ്പോയി. ഇപ്പോൾ ഇതിൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നില്ല, ലൈക്ക് ചെയ്യണമെന്നില്ല, കമൻറ്റ് ചെയ്യണമെന്നില്ല, ഒന്നുമില്ല. ഞാനും പിന്നെ ആരെയും മുഷിപ്പിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാനും പിന്നെ ഒന്നും പറയാത്തത്. അതൊക്കെ ഓരോരുത്തരുടെ താല്പര്യമാണല്ലോ, അതിനെക്കുറിച്ചൊന്നും പറയാനില്ല. പക്ഷെ നിങ്ങൾ ഈ ഷെയർ ചെയ്ത് കൊടുക്കുമ്പോൾ ഈ വാട്സപ്പ് നമ്പർ ഷെയർ ചെയ്ത് കൊടുക്കാതെ ആ യൂട്യൂബ് ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അത് അവർക്ക് ഒരുപാട് ഉപകാരമായിരിക്കും. കാരണം അവർ നമ്മൾ വിശ്വസിച്ചിട്ട് ഈ മെസ്സേജ് അയക്കുമ്പോൾ റിപ്ലൈ കിട്ടാതാവുമ്പോൾ അവർക്കും മാനസികമായിട്ട് ഇതെന്തത് ഇങ്ങനെ എന്ന് ചിന്തിച്ചു പോകും. കാരണം എനിക്കൊരുപാട് പേർക്ക് മറുപടി കൊടുക്കാനുള്ളത് കൊണ്ട് ഞാനത് നോട്ട് ചെയ്യാണ്ട് പോകണം. അത് അഹങ്കാരം കൊണ്ടല്ല, പക്ഷേ അതിനുള്ള സമയം മാറ്റി വയ്ക്കാനില്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ കൃത്യമായിട്ട് ഡീറ്റെയിൽസ് തരുന്നവർക്ക് തന്നെ എനിക്ക് കുറച്ച് വൈകിട്ടൊക്കെയാണ് നമ്പർ കൊടുക്കാൻ പറ്റുന്നത്. അതെനിക്ക് കുറേ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളത് കൊണ്ട് എനിക്കത് അങ്ങനെയാണ് സാധിക്കുന്നത്. പിന്നെ ഇപ്പം നിങ്ങൾ കുറച്ച് ലേറ്റായിട്ടുണ്ടെങ്കിൽ വെയിറ്റ് ചെയ്യുന്നവരുണ്ട്, കൃത്യമായിട്ട് നമ്പർ ചോദിക്കുന്നവരുണ്ട്. 2 ദിവസമായാലും 3 ദിവസമായാലും വെയിറ്റ് ചെയ്ത് നമ്പർ മേടിക്കുന്നവരുണ്ട്. അവരോടൊക്കെ ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. പിന്നെ പെട്ടെന്ന് ഞാൻ നിങ്ങളുടെ മെസ്സേജ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ഉണ്ടാവുകയെന്നറിയോ, ആ മെസ്സേജ് ലാസ്റ്റിലേക്ക് പോകുമ്പോൾ എനിക്ക് ആ മെസ്സേജ് കാണാൻ സാധിക്കില്ല. പിന്നീട് നിങ്ങൾ പറഞ്ഞത് എനിക്ക് മെമ്മറിയിൽ നിൽക്കുന്നില്ല. അപ്പം ഞാൻ എന്ത് ചെയ്യും, ആ കാര്യം മറന്നു പോകും. അതുകൊണ്ടാണ് പിന്നെ നിങ്ങൾക്ക് നമ്പർ അയക്കാൻ വൈകുന്നതും. അപ്പോൾ അതുകൊണ്ട് ഞാൻ മെസ്സേജ് അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ വെയിറ്റ് ചെയ്യുക, ഞാൻ അറ്റൻഡ് ചെയ്യും. അതുപോലെ തന്നെ മെസ്സേജ് അയച്ചു കഴിഞ്ഞിട്ട് തുടരെയുള്ള കോളിങ് ചെയ്തുകൊണ്ട് ഇരുന്നിട്ടുണ്ടെങ്കിൽ അതെനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും. ഞാൻ കോൾ ചെയ്യരുതെന്ന് പല പ്രാവശ്യമായി ഞാൻ പറയണു, അത് നിങ്ങൾ കേൾക്കുന്നില്ല. കേട്ടിട്ടും അത് ചെയ്യുന്നവരെ ഞാൻ ബ്ലോക്ക് ചെയ്ത് വിടുന്നുണ്ട്. കാരണം എനിക്ക് വേറെ നിവർത്തിയില്ല. ഓക്കെ. പിന്നെ ഇതിലിപ്പോൾ ഈ ഡീറ്റെയിൽസൊക്കെ കേൾക്കുന്നവർക്ക് എല്ലാവരുടെ വീട്ടിലും ആണുങ്ങൾ മാത്രമല്ലല്ലോ ഉള്ളത്. പെൺകുട്ടികളുള്ള അച്ഛന്മാർ കേൾക്കുന്നുണ്ട്, പെങ്ങന്മാരുള്ള ആങ്ങളമാർ കേൾക്കുന്നുണ്ട്, അമ്മമാർ കേൾക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കും നിങ്ങളുടെ കുട്ടികളുടെ ഡീറ്റെയിൽസ് തരാൻ പറ്റുന്നുണ്ടെങ്കിൽ ഫോട്ടോ ഒന്നും വേണ്ട, നിങ്ങളുടെ ഡീറ്റെയിൽസ് എന്താണ്, നിങ്ങളുടെ ഡിമാൻഡ് എന്താണ്, നിങ്ങളുടെ കുട്ടിയുടെ വിദ്യാഭ്യാസം, കുട്ടിയുടെ ജാതകം എങ്ങനെയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളൊരു ഡീറ്റെയിൽസ് എനിക്ക് തരുവാണെങ്കിൽ അത് എനിക്കും കുറച്ച് ഉപകാരമായിരിക്കും.
കാരണം നമ്മളാരെയും പറ്റിക്കാണ്ടുള്ള കാര്യങ്ങളാണ് ചെയ്യണേ. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ എന്നോടും കുറച്ചൊന്ന് മനസാക്ഷി കാട്ടുക. ഇതെൻ്റെ ഒരു റിക്വസ്റ്റ് മാത്രം കേട്ടോ. ഇതിപ്പോൾ എനിക്ക് ആരെയും എന്താ പറയുക നിർബന്ധിച്ച് ചെയ്യിപ്പിക്കാനൊന്നും പറ്റില്ലല്ലോ. അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് അതൊരു നല്ലതാണെന്ന് തോന്നുകയാണെങ്കിൽ താല്പര്യമുള്ളവർക്ക് യൂട്യൂബിൻ്റെ ലിങ്ക് ഷെയർ ചെയ്യുക. വാട്സപ്പ് നമ്പർ ഒരിക്കലും ആരും ഷെയർ ചെയ്യണ്ട, ചെയ്താൽ ബുദ്ധിമുട്ടാണ്. ഓക്കെ, അപ്പോൾ താങ്ക് യു. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ടുള്ള വോയിസ് കേട്ടുള്ളൂ. ഓക്കെ, ബൈ. വിദ്യാഭ്യാസം ഒരു ഡിഗ്രി അബോവ് ഡിഗ്രി വേണം. ഡിഗ്രി അല്ലേ? ഓക്കെ. ഇപ്പൊ നമുക്ക് നാട്ടിലുള്ളവരെയാണ് നോക്കണത് വിദേശത്തോ അതെങ്ങനെയാണ് നോക്കുന്നത്? അതാണ് നാട്ടിലുള്ളതാണ്. ഗൾഫ് ഒന്നും താല്പര്യമില്ല. ഓക്കെ. ഇപ്പൊ നമ്മുടെ സ്ഥലം പാലക്കാട് ആയതുകൊണ്ട് പാലക്കാട് മാത്രമേ നോക്കുള്ളൂ അതോ? അല്ല, പാലക്കാടോ തൃശ്ശൂരോ ഒക്കെ നോക്കാം. മലപ്പുറം അങ്ങനെ നോക്കോ? മലപ്പുറം നോക്കാം. ഈ 3 ഡിസ്ട്രിക്ട് മാത്രം നമുക്ക് അടുത്ത് കിടക്കുന്നത് മാത്രം നോക്കുന്നുള്ളൂ അല്ലേ? അതെ, അതാണ് താല്പര്യം. അതുകൊണ്ടാണ്. ഓക്കെ സാർ. ഇപ്പൊ നമുക്ക് നായർ കാസ്റ്റ് ആയതുകൊണ്ട് നായർ കാസ്റ്റ് മാത്രമേ നോക്കുന്നുള്ളൂ അതോ അതിന്റെ മുകളിലേക്ക് മേനോൻ അങ്ങനെയൊക്കെ നോക്കുവോ? ഏത് കാസ്റ്റ് ഒരു പ്രശ്നമല്ല. പക്ഷെ അവർക്ക് കാസ്റ്റ് പറഞ്ഞു കഴിഞ്ഞാല് അത് വേണമല്ലോ. എനിക്ക് ഏത് കാസ്റ്റാനും കുഴപ്പമില്ല. പക്ഷെ കുടുംബത്തില് നായർ കാസ്റ്റോ മേനോനോ ഏതോ ഒന്ന് നോക്കുക. അതൊന്നും വലിയ കാര്യമില്ല. കാസ്റ്റിലൊക്കെ എന്താ ഉള്ളത് മാഡം? ഒന്നുമില്ല. ഓക്കെ. അപ്പൊ അല്ല പലരും ചോദിക്കുമല്ലോ നമ്മളോട്. അപ്പൊ അതിന്റെ വിവരങ്ങൾ അതില് മേനോനോ വേറെ ഒന്നോ എന്നുള്ളതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. പൊതുവെ ഈ അതില് കുട്ടികൾക്കും വീട്ടുകാർക്കും വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അല്ല, എന്റെ അഭിപ്രായത്തിലാണെങ്കിൽ കാസ്റ്റ് നോ ബാറാണ്. നമുക്ക് നല്ലൊരു ബന്ധമാണെങ്കിൽ നമുക്ക് അതൊന്നും വിഷയമല്ല മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് വെറുതെ കാസ്റ്റ് ഒക്കെ നോക്കണം. ഓക്കെ സാർ. അപ്പൊ നമുക്ക് ഈ ഡീറ്റെയിൽസ് മോള് ബിടെക് അല്ല, മോള് MA ഇംഗ്ലീഷ് ലിറ്ററേച്ചറാണ്. ഓക്കെ, മനസ്സിലായില്ലേ? മോള് സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ അസിസ്റ്റന്റ് മാനേജറാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ സാർ. മനസ്സിലായി. 7 വർഷം സർവീസ് ആയി. ഏകദേശം 1 lakh rupees സാലറി ഉണ്ട് പെർ മന്ത്. ഓക്കെ സാർ. അപ്പൊ നമുക്ക് അതിനോടനുബന്ധിച്ച് വരുന്നവർ മാത്രം ഉണ്ടെങ്കിൽ മാത്രം ഞാൻ ഡീറ്റെയിൽസ് കൊടുക്കാം. നോക്കൂ, നമ്മൾ നോക്കാം. ഇപ്പൊ വേറെ ഒരു കാര്യം ഞാൻ പറയാം മാഡം. മൂത്ത മോളെ വിവാഹം കഴിച്ചു കൊടുത്തിരിക്കുന്നത് കോഴിക്കോടാണ്. അവര് എങ്ങനെയാന്ന് വെച്ചാല് അവരെപ്പോഴെങ്കിലും ഒക്കെ ഒരു 4-5 മണിക്കൂർ വേണം ഈ പാലക്കാട് നിന്ന് കോഴിക്കോട് ഒരു ആവശ്യത്തിന് എത്താൻ. മനസ്സിലായില്ലേ? അയാൾ അവിടെ ജോലി, അപ്പൊ അവിടെ ഹസ്ബൻഡും കുട്ടികളും ഒക്കെ ആയി വരാനും പോകാനും ഒക്കെ ഒരു പരിധി വരെയല്ലേ അച്ഛനമ്മമാർക്കതിൽ. ഈ മകൾ എന്താന്ന് വെച്ചാല് ഞങ്ങളുടെ കൺസേൺ അബൌട്ട് അസ്സാണ്. ഞങ്ങളെ കുറിച്ച് അച്ഛനും ഒന്ന് പറ്റിയാവില്ലേ, ഞാൻ ജോലി എവിടെയെങ്കിലും പോയാലോ വന്നു. അല്ല, അത് അങ്ങനെ കൺസേൺ വെച്ചുകൊണ്ട് കാര്യമില്ലേ. അച്ഛനും അമ്മയൊന്നും എല്ലാ കാലത്തും ഉണ്ടാവില്ലല്ലോ. എല്ലാ കാലത്തും ഉണ്ടാവില്ല. അതുകൊണ്ട് കുറച്ചൊരു ഇതില് വേണമെങ്കിൽ അതാണ് ഈ 2-3 ഡിസ്ട്രിക്ട് എന്ന് പറഞ്ഞത്. മോൾക്ക് വേറൊന്നും അല്ല, പോയി വരാനും ഇതൊക്കെയാണ്. അപ്പൊ അയാൾ ഇതുവരെ ഒന്നും ട്രാൻസ്ഫർ ഒന്നും ചോദിച്ചിട്ടില്ല. മനസ്സിലായി? മാരേജ് ആവുകയാണെങ്കിൽ അങ്ങോട്ടേക്ക് ചോദിച്ചാൽ പിന്നെ അവിടെ തന്നെ കുറെ നാളെ നിൽക്കാൻ പറ്റും. അതുകൊണ്ടാണ് അയാള് ഞങ്ങള് റിക്വസ്റ്റ്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് പാലക്കാട്, ഞങ്ങളിപ്പോ കൊച്ചിയിലാണ് ഉള്ളത്. മനസ്സിലായി? പിന്നെ ഞാൻ റിട്ടയർഡ് ആണ്. ഞാൻ പത്രത്തിലെന്തിലൊക്കെ ആയിരുന്നു, ഒരുപാട് സ്ഥാപനങ്ങൾ വർക്ക് ചെയ്തിട്ട് റിട്ടയർഡ് ആയിട്ട്. എന്റെ വൈഫ് ഹൗസ് വൈഫ് തന്നെ. ഇത് 2 മക്കളാണ്. ഇത് 2ാമത്തെ മക്കള്. 3 മകളാണ്. മൂത്ത മകളുടെ കാര്യം ഞാൻ കല്യാണം കഴിഞ്ഞു. അത് കോഴിക്കോടാണ് കല്യാണം കഴിച്ചത്. ഇതൊക്കെയാണ് മാഡം. അപ്പൊ നോക്കിയിട്ട് നിങ്ങൾ പറയും. ഓക്കെ സാർ. താങ്ക് യു.